5 മിനിറ്റ് പോലും എടുത്തിട്ടില്ല. നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഉറപ്പായിട്ടും ഇഷ്ടമാവും. നമ്മളെ ബത്തക്ക, നിങ്ങളെ തണ്ണീർമത്തൻ, ഇത് ഉപയോഗിച്ചുകൊണ്ടിട്ട് നമുക്കൊരു അടിപൊളി റെസിപ്പി ഉണ്ടാക്കിയാലോ. ഈ ചൂടുള്ള സമയത്ത്, അതുപോലെ തന്നെ ഗസ്റ്റ് ഒക്കെ വീട്ടിൽ വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റില്ല, ഏറ്റവും എളുപ്പമായിട്ടില്ല പക്ഷെ ക്ലാസി ആയിട്ടുള്ള ഡ്രിങ്കാണ് ഇത്. അറിയുന്നവർ ഇഷ്ടം പോലെ ഉണ്ടാവും, പക്ഷെ അറിയാത്തവരാണെങ്കിൽ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പ്രാവശ്യം കൂടി പറഞ്ഞുതരാം. നിങ്ങൾക്ക് എത്രയാണോ തണ്ണീർമത്തൻ വേണ്ടത് അത്രത്തോളം തണ്ണീർമത്തൻ എടുത്ത് ഇതുപോലെ കുനുകുനാന്നരിഞ്ഞ് ഇതിലോട്ട് മിൽക്ക് മെയ്ഡും ഒഴിച്ചാൽ നമ്മുടെ പരിപാടി അവിടെ കഴിഞ്ഞു. എൻ്റെ വീട്ടിൽ നിന്ന് കഴിക്കാൻ വേണ്ടി ആക്കുന്നതുകൊണ്ടാണ് ഇതിൻ്റെ കുരു ഒന്നും കളയാഞ്ഞത്. നിങ്ങൾക്കത് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്കത് റിമൂവ് ചെയ്യാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ വേറെ ഫ്രൂട്ട്സും ആഡ് ചെയ്യാം, പഴവും, ചെറിയ പഴം, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആപ്പിളൊക്കെ ആഡ് ചെയ്താൽ കുറച്ചും കൂടി സ്വാദ് ഉണ്ടാവും. പിന്നെ പാൽ ഒഴിക്കുമ്പോൾ നിങ്ങൾ പാക്കറ്റ് പാലാണ് ഒഴിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഒഴിക്കാം. അഥവാ നിങ്ങൾ സൊസൈറ്റിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പാലാണെങ്കിൽ അത് നിങ്ങൾ തിളപ്പിച്ചാറ്റിയതിന് ശേഷം മാത്രം ഒഴിക്കുക. കുറച്ച് തണുപ്പിച്ചിട്ട് ഒഴിച്ചാലായിരിക്കും കുറച്ചുകൂടി സ്വാദ് ഉണ്ടാവുക. എനിക്ക് കുറച്ച് വാട്ടറായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുള്ളത്. ഈ റംദാൻ കാലത്തും നമ്മുടെ വീട്ടിൽ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു ഐറ്റമാണ് ഇത്. അപ്രൂവ്ഡ്, അനിയൻ അപ്രൂവ്ഡ്, ഇനിയൊന്നും വേണ്ട.